ഈ എന്തിനാണ് ഇസ്രായേലിനോടൊരു അയിത്തം എന്ന് ആർക്കും തലയ്ക്ക് വെളിയുള്ള ആർക്കും മനസ്സിലായിട്ടില്ല. ഇന്നും കോൺഗ്രസ്സിന് അത് പറഞ്ഞ് മനസ്സിലാക്കാൻ സാധ്യവുമല്ല. അനാവശ്യമായ ഒരു ഇസ്രായേൽ വിരോധം ജനങ്ങളിൽ കുത്തിവെക്കുന്ന ഒരു പരിപാടി കോൺഗ്രസ് ചെയ്തു. അത് ചെയ്തത് ഇന്ത്യൻ മുസ്ലിങ്ങളുടെ വോട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. കുറേയൊക്കെ അവർ വിജയിക്കുകയും ചെയ്തു ആ കാര്യത്തിൽ. 2000 കൊല്ലം ഈ ജൂതന്മാരെ ലോകത്തെ സകല ജനങ്ങളും അവരെ വേട്ടയാടി. അവർക്ക് അഭയം കൊടുത്ത ഏക രാജ്യം ഭാരതമായിരുന്നു. അപ്പോൾ മോദിയുടെ വരവിന് അസാമാന്യമായ ഇമ്പാക്റ്റ് ഉണ്ട്. ആ ഇമ്പാക്റ്റ് നിലനിർത്താൻ ഇപ്പോൾ പിന്നെ ഈ 2020 കൂടെ കൂട്ടത്തിൽ വന്നിട്ടുള്ളത് കൊണ്ട് കുറച്ചുകൂടെ ഒരു ഊർജം BJPക്ക് വന്നിട്ടുണ്ട്. കേരളത്തിൽ ഞാൻ സത്യസന്ധമായിട്ട് പറയുകയാണ്, ഒരു എയിംസിൻ്റെ ആവശ്യം കേരളത്തിൽ ഞാൻ കാണുന്നില്ല. നമസ്കാരം, ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി 2 സുപ്രധാന സന്ദർശനങ്ങൾ നടത്തുകയാണ്. ഒന്ന് ഇപ്പോൾ നടക്കുന്ന ഇസ്രായേൽ സന്ദർശനം, മറ്റൊന്ന് മാർച്ച് മാസം ആദ്യവാരത്തിൽ നടക്കാൻ പോകുന്ന കേരള സന്ദർശനം. രണ്ടും വളരെ സുപ്രധാനമായതാണ് എന്ന് തന്നെ നമുക്ക് വിലയിരുത്താൻ സാധിക്കും. ഇതിൻ്റെ രണ്ടിൻ്റെയും വിവിധ വശങ്ങൾ വിലയിരുത്തുകയാണ് ഇന്ന് ടോക്കിംഗ് പോയിന്റ്. നമ്മോടൊപ്പം ചേരുകയാണ് രാഷ്ട്രീയ നിരീക്ഷകൻ ശ്രീ TG മോഹൻദാസ്. നമസ്കാരം സർ, ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം. നമസ്കാരം സർ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി 2 സന്ദർശനം നടത്തുകയാണ്. ഇസ്രായേൽ സന്ദർശനത്തെക്കുറിച്ച് നമുക്ക് ആദ്യം സംസാരിക്കാം. ഇസ്രായേൽ എന്ന രാജ്യത്തെ ലോകം പലപ്പോഴും വലിയ രീതിയിൽ വിമർശിച്ചിട്ടുണ്ട്. നമ്മുടെ രാജ്യത്തെ പ്രതിപക്ഷവും അത് തന്നെയാണ് ചെയ്യുന്നതും. ഇപ്പോഴത്തെ ഈ സന്ദർശനത്തെയും അവർ വലിയ വായിൽ വിമർശിക്കുകയുമാണ്. എന്നാൽ ഈ മേഖലയിലെ രാഷ്ട്രീയ നിരീക്ഷകരാകെ ഉറ്റുനോക്കുകയും ചെയ്യുന്നുണ്ട് ഈ സന്ദർശനത്തെ. എങ്ങനെയാണ് അങ്ങ് കാണുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഇസ്രായേൽ സന്ദർശനത്തെ? ഈ സമയത്തിന് അത്ര വലിയ പ്രസക്തിയോ പ്രാധാന്യമോ ഉണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല. ഓക്കെ, 2017 ആദ്യമായിട്ട് മോദി ഇസ്രായേലിൽ പോകുന്നത്. അതെ, ഇസ്രായേലിൽ പോകുന്ന ആദ്യത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി മോദിയായിരുന്നു. ഇപ്പോൾ വിമർശിക്കുന്ന പ്രതിപക്ഷമുണ്ടല്ലോ, കോൺഗ്രസിൻ്റെ കാലത്താണ് ഇസ്രായേലുമായിട്ട് നമ്മൾ ഔദ്യോഗികമായി നയതന്ത്ര ബന്ധം തുടങ്ങുന്നത്. ഇസ്രായേലിൻ്റെ ഒരു എംബസി ഡൽഹിയിൽ തുറക്കുന്നത് നരസിംഹറാവുവിൻ്റെ കാലത്താണ്, കോൺഗ്രസിൻ്റെ കാലത്താണ്. അത് കോൺഗ്രസ് മറന്നുപോകുന്നു. നമ്പർ 2, അന്നും ഈ എന്തിനാണ് ഇസ്രായേലിനോടൊരു അയിത്തം എന്ന് ആർക്കും തലയ്ക്ക് വെളിയുള്ള ആർക്കും മനസ്സിലായിട്ടില്ല. ഇന്നും കോൺഗ്രസ്സിന് അത് പറഞ്ഞ് മനസ്സിലാക്കാൻ സാധ്യവുമല്ല. കാരണം ഇസ്രായേൽ എന്ന രാജ്യത്തെ നമ്മൾ അംഗീകരിച്ചു, പലസ്തീൻ എന്ന രാജ്യത്തെ അംഗീകരിച്ചു. പാലസ്തീന് ഡൽഹിയിൽ ഒരു എംബസിയുണ്ട്, അവരുടെ ഉദ്യോഗസ്ഥന്മാരുണ്ട്, അംബാസിഡറുണ്ട്, ഒക്കെയുണ്ട്. പിന്നെ പാലസ്തീനെ ഇസ്രായേൽ അംഗീകരിക്കുന്നില്ല, ഇസ്രായേലിനെ പാലസ്തീൻ അംഗീകരിക്കുന്നില്ല. അതിന് നമ്മൾ എന്ത് ചെയ്യും? നമുക്കെന്ത് ചെയ്യാൻ പറ്റും? ഇപ്പോൾ ബർമയിൽ നിന്ന് മ്യാൻമർ, അവിടുന്ന് റോഹിംഗ്യ ഭാഗത്തുള്ള മുസ്ലിങ്ങളെ അവർ പുറത്താക്കുന്നു. അവരാണ് റോഹിംഗ്യൻ മുസ്ലിങ്ങൾ. റോഹിംഗ്യരല്ലാത്ത മുസ്ലിങ്ങളും മ്യാൻമറിലുണ്ട്. റോഹിംഗ്യൻ മുസ്ലിങ്ങളെ ബർമ പുറത്താക്കുന്നു എന്ന് പറഞ്ഞിട്ട് ബർമയുമായിട്ട് നമ്മുടെ നയതന്ത്ര ബന്ധം ഇല്ലാതാക്കണം എന്നാരെങ്കിലും പറയുമോ? ഇതെന്താ ഈ പറയുന്നത്? ശത്രുവിൻ്റെ ശത്രു നമ്മളുടെയും ശത്രു ആയിരിക്കണം, ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നത് അന്താരാഷ്ട്ര തലത്തിൽ പോസിബിൾ അല്ല. ഇപ്പോൾ റഷ്യയും യൂറോപ്പും അത്ര രസത്തിലല്ല, പലരും വട്ടം ഉടക്കലുമാണ്, ഹംഗറിയൊക്കെ. എന്ന് വിചാരിച്ച് നമുക്ക് റഷ്യയുമായിട്ടുള്ള ബന്ധം വിച്ഛേദിക്കാൻ പറ്റുമോ? നമുക്ക് ഹംഗറിയുമായിട്ട് ബന്ധം വിച്ഛേദിക്കാൻ പറ്റുമോ? ഇങ്ങനെ ഒരു രാജ്യവും ചെയ്യാറില്ല. എങ്ങുമില്ലാത്ത ഒരു സമ്പ്രദായം ഇന്ത്യ പിന്തുടരണമെന്ന് ഇപ്പോഴും പറയുന്നത് എന്തോ പാലസ്തീനെ പിന്തുണച്ചു കഴിഞ്ഞാൽ ഇവിടുത്തെ മുസ്ലിങ്ങളുടെ വോട്ട് കിട്ടും. ഇതാണല്ലോ ഇതിനകത്തെ രഹസ്യം. ഇതല്ലാതെ ഒന്നുമില്ല. മാത്രമല്ല, പീഡിപ്പിക്കപ്പെടുന്ന മുസ്ലിങ്ങൾ പാലസ്തീനിലെ, അതുപോലെ പീഡിപ്പിക്കുന്ന മുസ്ലിങ്ങൾ വേറെയുമുണ്ട്. ചൈനയിലുണ്ട്, റഷ്യയിലുണ്ട്, അസർബൈജാനിലുണ്ട്, പല സ്ഥലത്തുണ്ട്. അവർക്കൊക്കെ വേണ്ടിയിട്ട് നമ്മൾ കരയണ്ടേ? അതിന് പോയി കഴിഞ്ഞാൽ അതിനല്ലേ നേരം ഉണ്ടാവുള്ളൂ. ഞാൻ ചോദിക്കട്ടെ, ലോക മുസ്ലിങ്ങളുടെ മെക്ക സൗദി അറേബ്യ, അവർ ഇസ്രായേലുമായിട്ട് നല്ല ബന്ധത്തിലല്ലേ? പിന്നെന്താ ഇന്ത്യ ഇസ്രായേലുമായിട്ട് നല്ല ബന്ധത്തിലായാൽ? പാലസ്തീനെ നമ്മൾ അംഗീകരിച്ചിട്ടുണ്ട്. പാലസ്തീനെ യുണൈറ്റഡ് നേഷൻസിൽ മെമ്പർ ആക്കിയിട്ടില്ല. അതിന് നമ്മൾ എന്ത് വേണം? നമുക്കെന്ത് ചെയ്യാൻ പറ്റും?
പാലസ്തീന് വേണ്ടിയിട്ട് മരിക്കാനുള്ളവരാണോ ഇന്ത്യക്കാർ? എന്താ പാലസ്തീനാണോ നാട്ടിലെ ഏറ്റവും വലിയ മാന്യന്മാർ? ഈ തെമ്മാടിത്തരത്തിനൊന്നും കൂട്ടു നിൽക്കാൻ പറ്റില്ല. ഈ നോൺസെൻസ് കുറേ കാലം കോൺഗ്രസ് കൊണ്ടു നടന്നു. ഈ ലിയോ ഓർത്ത് നോക്ക്, 1980 പാകിസ്ഥാൻ ന്യൂക്ലിയർ റിയാക്ടർ തുടങ്ങുന്നേ ഉള്ളൂ. ആ സമയത്ത് ഇസ്രായേൽ അന്ന് പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധി, ഇതൊക്കെ രേഖപ്പെടുത്തപ്പെട്ട ചരിത്രമാണ്, ഇന്ദിരാഗാന്ധിയെ സമീപിച്ചു. ഇസ്രായേൽ പറഞ്ഞു, പാകിസ്ഥാൻ ഇങ്ങനെ ചെയ്യുന്നുണ്ട്, നിങ്ങൾക്കും അറിയാം ഞങ്ങൾക്കും അറിയാം, ഞങ്ങൾ ആ കഹൂട്ട റിയാക്ടർ തകർത്ത് കളയാം. ഇസ്രായേലിൻ്റെ വിമാനങ്ങൾ വന്ന് ബോംബിട്ട് തകർത്ത് കളയും. ആകെ നിങ്ങൾ ചെയ്യേണ്ട ഒരു ഉപകാരം, ഒന്നുകിൽ രാജസ്ഥാനിൽ അല്ലെങ്കിൽ ഗുജറാത്തിൽ എവിടെയെങ്കിലും ഞങ്ങൾക്ക് വിമാനങ്ങൾക്ക് റീഫ്യൂൽ ചെയ്യാനുള്ള ഒരു സൗകര്യം ഉണ്ടാക്കുക. അതെ, നിങ്ങൾ അറിയാതെ ഞങ്ങൾ ചെയ്തു എന്നോ എന്ത് വേണമെങ്കിലും നിങ്ങൾ പ്രസ്താവന ഇറക്കിക്കൊള്ളൂ, കുഴപ്പമില്ല. ഉത്തരവാദിത്വം ഇസ്രായേൽ ഏറ്റെടുക്കുന്നു. ഇന്ദിരാഗാന്ധി 80 മുതൽ 84 വരെ 4 വർഷം അത് വെച്ചുകൊണ്ടിരുന്നു. എന്ത് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് 84 അവർ പറ്റില്ല എന്ന് പറഞ്ഞു. 84 അവസാനമായപ്പോഴത്തേക്ക് ഇന്ദിരാഗാന്ധി മരിച്ചും പോകുന്നു. പിന്നീട് ഒന്നും സംഭവിക്കുന്നില്ല. പാകിസ്ഥാൻ അണുബോംബ് നിർമ്മിക്കുന്നു. ഇതാണ് ഇസ്രായേലുമായിട്ട് നമ്മൾ സമയത്ത് കണക്ട് ചെയ്തില്ലെങ്കിൽ നമുക്ക് വരുന്ന ദോഷം. അതിലേറ്റവും വലിയ ദോഷമായിരുന്നു പാകിസ്ഥാൻ്റെ ഈ ആണവം. പിന്നീട് അമേരിക്ക പാകിസ്ഥാനെ വശത്താക്കിയിട്ട് അമേരിക്കയുടെ നിയന്ത്രണത്തിലാണ് ഇപ്പോൾ പാകിസ്ഥാൻ്റെ അണുബോംബുകൾ. അനാവശ്യമായ ഒരു ഇസ്രായേൽ വിരോധം ജനങ്ങളിൽ കുത്തിവയ്ക്കുന്ന ഒരു പരിപാടി കോൺഗ്രസ് ചെയ്തു. അത് ചെയ്തത് ഇന്ത്യൻ മുസ്ലിങ്ങളുടെ വോട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. കുറേയൊക്കെ അവർ വിജയിക്കുകയും ചെയ്തു ആ കാര്യത്തിൽ. ഇപ്പോഴും നോക്കൂ, കേരളത്തിൽ ഏറ്റവും വലിയ ബഹളം നടക്കുന്നത് കേരളത്തിലെ മുസ്ലിങ്ങൾക്ക് വേണ്ടിയിട്ടല്ല, പാലസ്തീനിലെ മുസ്ലിങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. പാലസ്തീനിൽ ഏത് അമ്മാച്ചനാണ്? പാലസ്തീൻകാർക്ക് കേരളം ഉണ്ടെന്ന് വല്ല തോന്നലുണ്ടോ? അറിയാമോ അവർക്ക്? ഹമാസിലെ ആരെങ്കിലും വിളിച്ച് ചോദിക്കുക, ചേട്ടാ കേരളം എന്ന് പറയുന്ന സ്ഥലമുണ്ട് അറിയാമോ എന്ന് ചോദിക്കുക, അറിയില്ല അവർക്ക്. ആരറിയും? അവരെത്ര ദൂരെ കിടക്കുന്നു. അവർക്ക് വേണ്ടി ഇവിടെ ഹമാസിൻ്റെ നേതാവ് പ്രസംഗിച്ചു. വാസ്തവത്തിൽ അയാൾ ഏത് ഭാഷയിൽ പ്രസംഗിച്ചു ആർക്കും അറിഞ്ഞുകൂടാ. ജമാഅത്തെ ഇസ്ലാമി ഓർഗനൈസ് ചെയ്ത പ്രോഗ്രാമാണ്. ഒരു തലമുട്ടയടിച്ച ഒരു മനുഷ്യൻ വന്നിട്ട് എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞൊരു സ്ക്രീനിൽ കാണിച്ചു, അത് ഹമാസിൻ്റെ നേതാവാണെന്ന് പറഞ്ഞു. ഈ തട്ടിപ്പ് പ്രസ്ഥാനമൊക്കെ അവസാനിപ്പിക്കാൻ നേരമായിട്ടില്ല. ഇപ്പോഴും കോൺഗ്രസ്സിന് ഇസ്രായേലുമായിട്ട് നമ്മൾ ബന്ധം വയ്ക്കുന്നതിൽ കണ്ണുകടി. ഇസ്രായേലുമായിട്ടുള്ള ബന്ധത്തിൽ നോക്കും, നമുക്ക് ഈ അയൺ ഡോം നമ്മുടെ കയ്യിൽ ഇല്ലാത്ത ഒരു സാധനമാണ് അയൺ ഡോം. പിന്നെ എന്താ ഐസ് ബ്രേക്കിംഗ് മിസൈൽ, അതെന്ത് കുന്താണെന്ന് എനിക്ക് തന്നെ അറിയില്ല. ഇതുപോലത്തെ അത്യന്താനിക ആയുധങ്ങൾ, അവരുടെ ഇൻ്റലിജൻസ്, അവരുടെ ടെക്നോളജി, ഇത് ഇപ്പം തന്നെ ഇസ്രായേലികൾ നിർമ്മിച്ച ഡ്രോൺ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ഓപ്പറേഷൻ സിന്ദൂറിൽ ഇസ്രായേലിൻ്റെ ഒരുപാട് സാധനങ്ങൾ നമ്മൾ ഉപയോഗിച്ചിരുന്നു. മിസൈലുകൾ ഉപയോഗിച്ചിരുന്നു, ഡ്രോൺ ഉപയോഗിച്ചിരുന്നു. നമ്മൾ ഇസ്രായേലിന് അങ്ങോട്ട് ആയുധം കൊടുക്കുന്നുണ്ട്. ലോവർ എൻഡാണ്, തോക്കോ ഉണ്ടയോ അങ്ങനത്തെ എന്തൊക്കെയോ സാധനങ്ങൾ. വാസ്തവത്തിൽ ഇസ്രായേലും ഇന്ത്യയും തമ്മിലുള്ള ഡിഫൻസ് ഡീലിൽ ഇന്ത്യ പോസിറ്റീവിൽ നിൽക്കുകയാണ്. കാശ് ഇങ്ങോട്ടാണ് കൂടുതൽ വരുന്നത്. ബട്ട് ടെക്നോളജിയിൽ അവർ മികച്ച് നിൽക്കുന്നു. ലോവർ എൻഡിൽ ലോവർ ടെക്നോളജിയിലുള്ള സാധനങ്ങൾ അവർ നമ്മുടെ നിന്ന് വാങ്ങുന്നു. മൊത്തം വോളിയം നോക്കിക്കഴിയുമ്പോൾ നമുക്കാണ് മെച്ചം. ഇങ്ങനെയാണ് ഇസ്രായേൽ നിൽക്കുന്നത്. അതുകൂടാതെ ഇസ്രായേൽ, മിഡിൽ ഈസ്റ്റ്, യൂറോപ്പ് ഒരു കോറിഡോർ ഇതിൻ്റെ കപ്പലുകൾക്ക് പോകാനുള്ള, ഇപ്പോൾ അത് ആവശ്യമല്ലേ വാസ്തവത്തിൽ. അമേരിക്ക നമ്മളെ ഒറ്റപ്പെടുത്താനായിട്ട് പല രീതിയിൽ ഒറ്റപ്പെടുത്താൻ ശ്രമിക്കുന്നു, അപമാനിക്കാൻ ശ്രമിക്കുന്നു. അതിൻ്റെ കാരണങ്ങൾ എന്തുമായിക്കോട്ടെ, പക്ഷേ അങ്ങനെ ഒരു ഗ്യാപ്പ് വർദ്ധിച്ചു വരുന്നു. ആ സമയത്ത് ഒരു സ്ട്രാറ്റജിക്കായിട്ട് ഒരു അലയും നമുക്ക് ആവശ്യമാണ്. അതിന് പറ്റിയ ആൾക്കാരാണ് ഇസ്രായേൽ. ഇസ്രായേലും യൂറോപ്പും മിഡിൽ ഈസ്റ്റും അവർ ചേരാൻ തയ്യാറാണെങ്കിൽ നമ്മളതിൽ ചേർന്നാൽ എന്താ? നമ്മളുടെ പടിഞ്ഞാറേക്കരയല്ലേ ഈ UAE, സൗദി എന്നൊക്കെ പറയുന്നത് നമ്മളുടെ പടിഞ്ഞാറ് അറബിക്കടലിൻ്റെ കിഴക്ക് വശത്ത്, നമ്മൾ പടിഞ്ഞാറ് വശത്ത് അവർ. അതെ, അവരുടെ പാർട്ട് അവരെ ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് കഴിഞ്ഞ് കുറച്ചുകൂടെ വടക്കോട്ട് മാറിയാൽ ഇസ്രായേൽ. അപ്പോൾ ഈ കടലിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ ഉള്ളവർ സഹകരിക്കുന്നതിൽ തെറ്റെന്താ? അങ്ങനെയല്ലേ വേണ്ടത്? അങ്ങനെയല്ലേ മനുഷ്യൻ പുരോഗതിക്കുന്നത്? അതോ നമ്മളുടെ എല്ലാ പുരോഗതിയും ആ പാലസ്തീൻ വെച്ച് അവസാനിപ്പിക്കണമെന്നാണ്?
പാലസ്തീൻ എന്ന് പറഞ്ഞിട്ട് കുറ്റി തറച്ചൊരു രാജ്യം ഇതുവരെ ഇല്ല. അതൊരു സാങ്കല്പിക രാജ്യമായിട്ടാണ് ഇപ്പോഴും നിൽക്കുന്നത്. അവർക്ക് പ്രധാനമന്ത്രി പ്രസിഡൻ്റൊക്കെ ഉണ്ടെങ്കിലും രാജ്യമില്ല. ഇതാണ് അവരുടെ അവസ്ഥ. ഇതിന് നമ്മൾ എന്ത് പഴിച്ചു, നമ്മൾ എന്ത് ചെയ്യണമെന്നാണ്. ഇവരുടെ പാലസ്തീൻ്റെ ശബ്ദം കേൾപ്പിക്കുന്ന വലിയൊരു മീഡിയ ശൃംഖലയാണ് അൽ ജസീറ. അൽ ജസീറ എടുത്തു നോക്കിക്കോ. അൽ ജസീറ ഈ പാലസ്തീന് വിരുദ്ധമാണ് ഇന്ത്യയുടെ ഈ പ്രവൃത്തി ഒന്നും അവർ പറയുന്നില്ല. അവർ ഭംഗിയായിട്ട് അനലൈസ് ചെയ്യുന്നുണ്ട് ഇന്ത്യ എന്താണ് ശ്രമിക്കുന്നത്. ഇന്ത്യയും ഇസ്രായേലും തമ്മിലുള്ള മതിലുകൾ അതിൻ്റെ എണ്ണം കുറച്ചു കൊണ്ടുവരും എന്ന് പറഞ്ഞ് 2017 മോദി പ്രസംഗിച്ചിരുന്നുവെന്നും ഇപ്പോൾ അത് പ്രയോഗത്തിൽ വരുത്തി കാണിക്കുന്നു എന്നുമാണ് അൽ ജസീറയുടെ വിലയിരുത്തൽ. ഇത് കോൺഗ്രസ്സിന് ഇത് കാണാൻ പറ്റുന്നില്ലെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? കോൺഗ്രസ്സിന് ഇപ്പോൾ എന്താ വേണ്ടേ? പ്രതിപക്ഷത്തിന് എന്താ വേണ്ടേ? പിണറായി വിജയൻ എന്താ വേണ്ടേ? ഇവർ ഒരു കാര്യവും മനസ്സിലാക്കാതെ ചുമ്മാ വിമർശിക്കുക. പാലസ്തീൻ എന്ന് കേൾക്കുമ്പോൾ രോമാഞ്ചം വരിക. ഈ അസുഖമൊക്കെ അവർ സ്വയം ചികിത്സിച്ച് മാറ്റേണ്ട സമയമായി. അതെ, ഈ സാങ്കേതിക സഹായത്തിൽ നമുക്കേറെ പ്രയോജനമുണ്ടായിട്ടുണ്ട് ഇസ്രായേലിൻ്റെ ഭാഗത്ത് നിന്നുള്ള. അത് ഈവൻ കാർഗിൽ യുദ്ധത്തിൽ പോലും നമുക്ക് വലിയ ഗുണം ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യവും സത്യമാണ്. അതൊന്നും പക്ഷേ വിമർശിക്കുന്നവർ അറിയുന്നില്ല എന്ന് വേണം കരുതാൻ. അതുപോലെ മറ്റ് യുദ്ധങ്ങളിലും ഇന്ത്യക്ക് സാങ്കേതിക സഹായം നൽകിയ രാജ്യമാണ് ഇസ്രായേൽ. അപ്പോൾ ഇന്ത്യക്ക് എന്തുകൊണ്ടും ഇന്ത്യയുടെ ഇൻട്രസ്റ്റ് സംരക്ഷിക്കുന്നതിൽ ഇസ്രായേൽ ഗുണം മാത്രമാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ അത് മാത്രം കണക്കിലാക്കാൻ മതി എന്ന് തന്നെയാണ് കരുതേണ്ടത്, അല്ലേ? ലിയോ, എൻ്റെ അറിവിൽ, ഞാൻ ഡോക്യുമെൻ്റ് കണ്ടിട്ടില്ല, എൻ്റെ അറിവിൽ 1948 ഇസ്രായേൽ നിലവിൽ വന്നപ്പോൾ അവരാദ്യം പാസാക്കിയ പ്രമേയം ഇന്ത്യക്ക് നന്ദി പറഞ്ഞുകൊണ്ടായിരുന്നു. കാരണം 2000 കൊല്ലം ഈ ജൂതന്മാരെ ലോകത്തെ സകല ജനങ്ങളും അവരെ വേട്ടയാടി. അവർക്ക് അഭയം കൊടുത്ത ഏക രാജ്യം ഭാരതമായിരുന്നു. അതെ, അതിന് നന്ദി പ്രകടിപ്പിച്ചുകൊണ്ട് അവർ ഇസ്രായേൽ എന്ന രാജ്യം നിലവിൽ വന്നത് വളരെ ചെറുതായിരുന്നു. പക്ഷെ നിലവിൽ വന്നത് 1948 അവരുടെ ആദ്യത്തെ പ്രമേയം നമുക്ക് നന്ദി പറഞ്ഞുകൊണ്ടുള്ള പ്രമേയമായിരുന്നു. അതിനുശേഷം അവർക്കെതിരായ എത്ര പ്രമേയങ്ങൾക്ക് യുണൈറ്റഡ് നേഷൻസിൽ നമ്മൾ വോട്ട് ചെയ്തു എന്നറിയാമോ? പക്ഷേ ഇസ്രായേൽ ഒരിക്കൽ പോലും നമ്മളോട് കറുത്തൊരു വാക്ക് പറഞ്ഞില്ല, മുഷിഞ്ഞ് സംസാരിച്ചില്ല, ഒരക്ഷരം വേണ്ടിയില്ല. ഭാരതം നിരന്തരം പാലസ്തീൻ 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 എന്ന് പറഞ്ഞ് ഇങ്ങനെ വോട്ട് ചെയ്തുകൊണ്ടിരുന്നു. ഇസ്രായേൽ അനങ്ങിയില്ല, ഒരു മോശം വാക്ക് പോലും പറഞ്ഞില്ല ഭാരതത്തെ പറ്റി. 1991 അവർ ഇവിടെ ഡൽഹിയിൽ നമ്മുടെ സുബ്രഹ്മണ്യൻ സ്വാമിയുടെ വീട്ടിലാണ് ആദ്യമായിട്ട് വിസ ഒപ്പിടാനുള്ള ഒരു ഓഫീസ്, ഫുൾ ഫ്ലെഡ്ജ് എംബസി അല്ല, ഓഫീസ് തുടങ്ങിയത് അന്ന് MP ആയിരുന്ന സുബ്രഹ്മണ്യൻ സ്വാമിയുടെ വീട്ടിലാണ്. അങ്ങനെ പണ്ട് മുതലേ ജനസംഘം ഒക്കെ പണ്ട് മുതലേ ഈ ഇസ്രായേലിനെ അനുകൂലിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ അന്ന് ജനസംഘത്തിൻ്റെയോ ജനതാ പാർട്ടിയോ മറ്റോ എനിക്ക് ഇത് ഓർമ്മയില്ല, അതിൻ്റെ MP ആയിരുന്നു സ്വാമിയുടെ വീട്ടിലാണ് ഇത് തുടങ്ങുന്നത്. അത് കഴിഞ്ഞിട്ട് അവർക്ക് പ്രത്യേകം എംബസി ബിൽഡിംഗ് ഒക്കെ കണ്ടുപിടിച്ചിട്ട് കൊടുത്തു. അവർ പിന്നെ ഫുൾ ഫ്ലെഡ്ജ് എംബസി ഇപ്പോൾ ഡൽഹിയിലുണ്ട്, പാലസ്തീൻ്റെ എംബസിയും ഉണ്ട്. നമുക്ക് ഈ രണ്ട് കൂട്ടരോടും വിരോധമില്ലല്ലോ, എന്തിന് നമ്മൾ വിരോധം വയ്ക്കണം? അതാണ്, അവർ തമ്മിൽ ശത്രുതയുണ്ടെന്ന് വിചാരിച്ചിട്ട് ഓരോരുത്തരുടെ അടുത്ത് നമ്മൾ ശത്രുവാകേണ്ട കാര്യമില്ലല്ലോ. ഇതൊക്കെ സിമ്പിൾ ലോജിക്കാണ്. ലോകത്ത് ലോകരാജ്യങ്ങൾക്ക് സ്ഥിരമായ ശത്രുക്കളോ സ്ഥിരമായ മിത്രങ്ങളോ ഇല്ല, സ്ഥിരമായ താല്പര്യങ്ങളേ ഉള്ളൂ. നമ്മളുടെ താല്പര്യം സംരക്ഷിക്കാൻ ആരെയാണോ കൂട്ടുപിടിക്കേണ്ടത് അവരെ നമ്മൾ കൂട്ടുപിടിക്കും. അതിൽ ഒരു തെറ്റുമില്ല. അങ്ങനെ രാജ്യത്തിന് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ഓക്കെ, ഈ 2 ദിവസത്തെ സന്ദർശനമാണ്. അപ്പോൾ അതിൽ ഒട്ടേറെ കാര്യങ്ങളിൽ ചർച്ച നടത്തും ബെഞ്ചമിൻ നെതന്യാഹുവും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും തമ്മിൽ. മറ്റൊരു കാര്യം നെതന്യാഹു പറഞ്ഞിരിക്കുന്നത് ഹെക്സഗൺ ഓഫ് അലയൻസ് രൂപീകരിക്കണം, അതായത് ഒരു 6 സൈഡഡ് അലയൻസ് വേണം, സഖ്യം വേണം തീവ്രവാദ ശക്തികൾക്കെതിരെ നേരിടാൻ, ഒപ്പം തന്നെ സാമ്പത്തിക സഹകരണത്തിന്, നയതന്ത്ര ബന്ധം കൂടുതൽ ഊട്ടിയുറപ്പിക്കുന്നതിന് ഒക്കെ വേണം എന്നാണ് പറയുന്നത്. അതിൽ ഇന്ത്യ കൂടി ചേരണമെന്നാണ് ആവശ്യപ്പെടുന്നത് അദ്ദേഹം. ഒന്ന് ഗ്രീസ് ഉണ്ടാവും, അതുപോലെ തന്നെ സൈപ്രസ് ഉണ്ടാകും, അറബ്, ആഫ്രിക്ക, ഒപ്പം തന്നെ ഏഷ്യൻ രാജ്യങ്ങൾ, ഇവയൊക്കെ തന്നെ ഈ കൂട്ടുകെട്ടിൽ ഉണ്ടാകും എന്നും അദ്ദേഹം പറയുന്നുണ്ട്.
അപ്പോൾ ഇത്തരത്തിലൊരു കൂട്ടുകെട്ടിലേക്ക് ഇന്ത്യ ചേരുമെന്ന് അങ്ങ് കരുതുന്നുണ്ടോ? അതായത് കൂടുതൽ ഓപ്പണായ ഒരു ബന്ധത്തിലേക്ക് നിലവിലെ ഭൗമരാഷ്ട്രീയം കണക്കിലെടുത്തിട്ടും ഇന്ത്യ മുന്നോട്ട് പോകുമെന്ന് തന്നെ അങ്ങ് പ്രതീക്ഷിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും. കാരണം ഇത്തരം വേദികളിൽ നിന്ന് ഇന്ത്യ ഒരിക്കലും ഒഴിഞ്ഞു നിന്നിട്ടില്ല. ഏറ്റവും തല്ലിപ്പൊളി ഒരു സാധനമാണല്ലോ ബോർഡ് ഓഫ് പീസ് ഗാസയിൽ. ആ. ബോർഡ് ഓഫ് പീസ് എന്ന് പറഞ്ഞിട്ട് ട്രംപിൻ്റെ ഒരു പ്രാന്ത് ഗാസയിലുണ്ട്. അതിൽ നമ്മൾ മെമ്പറൊന്നും ആയില്ല. ട്രംപ് ഒരുപാട് പേരെ മെമ്പറാവാൻ ക്ഷണിച്ചു. ആരും അതിൽ പോയില്ല. അതെ. ട്രംപിൻ്റെ ഈ കൂട്ടുകാരായ കുറച്ച് രാജ്യങ്ങൾ, അതിൽ ഇസ്രായേലും ഉണ്ട് കേട്ടോ, പാകിസ്ഥാനുണ്ട്, ഇവരൊക്കെ ഉണ്ട്. നമ്മളതിൽ പോയില്ല. പക്ഷേ കഴിഞ്ഞ ദിവസം അതിൻ്റെ മീറ്റിങ്ങിൽ ഒബ്സർവറായിട്ട് നമ്മൾ പോയി. അതിൽ മെമ്പറല്ല, പക്ഷേ നിരീക്ഷക രാജ്യമായിട്ട് നമ്മൾ പോയി. ക്വാഡിൽ നമ്മൾ മെമ്പറാണ്. ഏത്? അമേരിക്ക, ജപ്പാൻ, ഭാരതം, പിന്നെ ഓസ്ട്രേലിയ. ക്വാഡ് അതിൽ നമ്മൾ മെമ്പറാണ്. ബ്രിക്സിൽ നമ്മൾ മെമ്പറാണ്. SCOയിൽ നമ്മൾ മെമ്പറാണ്. ഷാങ്ഹായ് കോപ്പറേഷൻ ഓർഗനൈസേഷൻ. യുണൈറ്റഡ് നേഷൻസ് പിന്നെ പറയാൻ പറ്റുന്നത് നമ്മൾ പണ്ട് മുതലേ മെമ്പറാണ്. നമ്മൾ ഈ അന്താരാഷ്ട്ര ഫോറത്തിൽ ഒന്നും തന്നെ നമ്മൾ പുറകോട്ട് മാറി നിൽക്കാറില്ല. അതിൻ്റെ പർപ്പസ് പലപ്പോഴും ഈ പറഞ്ഞ പോലെ തീവ്രവാദത്തെ നേരിടുക, കള്ളപ്പണത്തെ നേരിടുക, ഇതുകൊണ്ട് നമുക്ക് പ്രയോജനം ഉണ്ടായിട്ടുണ്ട്. തീർച്ചയായിട്ടും പ്രയോജനം ഉണ്ടായിട്ടുണ്ട്. ഈ FATF എന്ന് പറഞ്ഞിട്ട് ഈ കള്ളപ്പണത്തിനെതിരെ, തീവ്രവാദത്തിനെതിരെയുള്ള ഒരു സമിതി യുണൈറ്റഡ് നേഷൻസിൻ്റെ, അതിൽ നമ്മളും കൂടെ ലോബി ചെയ്തിട്ടാണ് ഈ FATF ഉണ്ടാക്കിയിട്ട് അതിൻ്റെ ഒരു നിയമാവലി ഉണ്ടാക്കി. ആ നിയമം എല്ലാ രാജ്യങ്ങളും പാസ്സാക്കണമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് നമ്മളുടെ ഈ PMLA എന്ന നിയമമുണ്ടല്ലോ, മണി ലോണ്ടറിങ് ആക്ട്, അത് നിലവിൽ വന്നത് 2013 ഈ അറേഞ്ച്മെൻറ്റ് വെച്ചിട്ടാണ്, FATF വെച്ചിട്ടാണ്. അത് സിമിലർ നിയമം എല്ലാ രാജ്യങ്ങളിലും ഉണ്ടായി. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് കള്ളപ്പണം പിടിച്ചു നിർത്താൻ പറ്റുള്ളൂ. കാരണം അന്ന് FATFൻ്റെ വിലയിരുത്തലനുസരിച്ച് ലോകത്തെ സമ്പദ് വ്യവസ്ഥകളെ അട്ടിമറിക്കുന്നതിൽ 1-ാം സ്ഥാനം കള്ളപ്പണത്തിനാണ്, 2-ാം സ്ഥാനമാണ് ടെററിസത്തിനുള്ളത്. ടെററിസം പോലും ഫണ്ടഡ് ബൈ കള്ളപ്പണം. അപ്പോൾ കള്ളപ്പണമാണ് പ്രധാന, നമ്പർ 1 കള്ളപ്പണമാണ്, നമ്പർ 2 ടെററിസമാണ്. ഇതായിരുന്നു അവരുടെ ലിസ്റ്റ്. അങ്ങനെ സ്ട്രിഞ്ചൻ കണ്ടീഷനുമായിട്ട് നമ്മളുടെ PMLA ആക്ട് വന്നു. ഇപ്പോഴും ED അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടില്ലേ, ജാമ്യം കിട്ടാതെയൊക്കെ ആൾക്കാർ വിഷമിക്കുന്നത് ഈ ആക്ടിൻ്റെ ബലം കൊണ്ടാണ്. സുപ്രീം കോടതിയിൽ ഇത് ചലഞ്ച് ചെയ്യപ്പെട്ടു, PMLA ആക്ട് ഓരോ സെക്ഷനായിട്ട്. സുപ്രീം കോടതി പറഞ്ഞു, നിങ്ങൾ അന്താരാഷ്ട്ര തലത്തിൽ നമ്മുടെ രാജ്യം മറ്റ് രാജ്യങ്ങളുമായിട്ട് എത്തിയ ധാരണയുടെ പുറത്തുണ്ടാക്കിയ നിയമമാണ്. ആ നിയമം ഇന്ത്യൻ സുപ്രീം കോടതി റദ്ദാക്കുക എന്ന് പറഞ്ഞാൽ ഇന്ത്യ ഗവൺമെൻറ് എടുത്ത നിലപാടിന് വിരുദ്ധമായിട്ട് സുപ്രീം കോടതി മറ്റ് രാജ്യങ്ങളിലേക്ക് സന്ദേശം അയക്കുന്നു എന്ന് വരും. അതുകൊണ്ട് ഞങ്ങൾ ഈ നിയമത്തെ എല്ലാ വകുപ്പും ശരിവയ്ക്കുകയാണ് എന്ന് പറഞ്ഞാണ് വിധി എഴുതിയത്. ഇപ്പോൾ വീണ്ടും അത് പിന്നെ പരിശോധിക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. PMLA ആക്ട് ഒരുപാട് പേരുടെ നെഞ്ചത്ത് കൊള്ളുന്നുണ്ട്. ഇപ്പോഴും ലിയോ നോക്ക്, സിമ്പിൾ, ഞാൻ അതിലൊരു ജഡ്ജ്മെൻറ്റലായിട്ട് പറയുകയല്ല. നമ്മളുടെ തന്ത്രിക്ക് ജാമ്യം കിട്ടിയല്ലോ. ജാമ്യം കിട്ടിയ തന്ത്രിക്ക് മാർച്ച് 4-ാം തീയതി ഹാജരാകാനായിട്ട് ED നോട്ടീസ് അയച്ചു, അല്ലേ? അതാണ് EDയുടെ ഗ്രിപ്പ്. എന്ന് വെച്ചാൽ നോർമൽ ക്രിമിനൽ ലോയുടെ അവിടെ വെച്ച് ED നിൽക്കുന്നില്ല, ED അതിലും മുന്നോട്ട് പോകുന്നു. എന്ന് വെച്ച് തന്ത്രി കുറ്റക്കാരനാണെന്നോ അല്ലെന്നോ ഒന്നുമല്ല ഞാൻ പറയുന്നത്. ഞാൻ ആ പ്രോസസ്സ് പറഞ്ഞതേ ഉള്ളൂ. ഒരു അന്താരാഷ്ട്ര തലത്തിൽ നമ്മൾ എത്തിയ ഒരു ധാരണ അത് 2013 നിയമമായിട്ട് മാറുകയും ഇപ്പോഴും അത് ആക്ട് ചെയ്യുകയും ചെയ്യുന്നത് നമ്മൾ അന്ന് 2013 മൻമോഹൻ സിംഗിൻ്റെ സർക്കാരായിരുന്നു, നരേന്ദ്രമോദി ഉണ്ടായിരുന്നില്ല. 2011 മറ്റോ ഈ പ്രോസസ്സോ ഡിസ്കഷൻ തുടങ്ങി. 2013 അത് നിയമമായി. അത് നരേന്ദ്രമോദിയുടെ ഗുണമൊന്നുമല്ല, അതിന് മുമ്പിരുന്ന മൻമോഹൻ സിംഗ് സർക്കാർ ചെയ്തതാണത്. പക്ഷെ അവർ ചെയ്തു എന്ന് വിചാരിച്ചിട്ട് ഇപ്പോൾ അത് മോശമാണെന്ന് ഞാൻ പറയാൻ തയ്യാറില്ല. അവർ തന്നെ അത് മോശമാണെന്ന് പറയുന്നു, കോൺഗ്രസ് തന്നെ മോശമാണെന്ന് പറയുന്നു. ആ നിർഭാഗ്യത്തിന് 2014 മോദിയാണ് അധികാരത്തിൽ വന്നത്. അപ്പോൾ മൻമോഹൻ സിംഗിൻ്റെ കാലത്ത് പാസ്സാക്കിയ ഒരു നിയമം നടപ്പാക്കിയത് മോഡി ആയതുകൊണ്ട് ഇപ്പം എന്തോ EDയെ വെച്ച് മോഡി ആൾക്കാരെ പേടിപ്പിക്കുന്നു എന്നൊക്കെ പറയുന്നു. അതൊന്നും അല്ല അതിൻ്റെ യാഥാർത്ഥ്യം. ഈ ടൂള് വന്നത് 2013 14 നരേന്ദ്രമോദി അധികാരത്തിൽ വരുന്നു. ആ ടൂൾ അദ്ദേഹത്തിന് ഉപയോഗിക്കേണ്ടി വരുന്നു.
അല്ലാതെ മറ്റുള്ളവർക്ക് രാജീവ് ഗാന്ധിയുടെ കയ്യിൽ ഈ ടൂൾ ഉണ്ടായിരുന്നില്ല എന്ന് ഉണ്ടാക്കിയിരുന്നില്ല ഇതാണ് ഇതിൻ്റെ യാഥാർത്ഥ്യം. അപ്പോൾ അന്താരാഷ്ട്ര തലത്തിൽ രാജ്യങ്ങൾ തമ്മിൽ എന്തെല്ലാം അഡ്ജസ്റ്റ്മെൻറ്റ്സുകൾ അറേഞ്ച്മെൻറ്റുകൾ നടത്തുന്നുണ്ടോ നമ്മൾ അതിലൊക്കെ മെമ്പറായിരിക്കും. അതിലൊന്നും ഒരു തെറ്റുമില്ല. നമ്മുടെ രാജ്യത്തിൻ്റെ താല്പര്യം സംരക്ഷിക്കാനായിട്ട് ഏതൊക്കെയാണോ കൂട്ടുകെട്ട് വേണ്ടത് അതിലെല്ലാം നമ്മൾ ചേരണം. സർ, ഇപ്പോൾ നെതന്യാഹു സൂചിപ്പിച്ചിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ഈ തീവ്രവാദ ത്രെട്ടുകളെക്കുറിച്ച് പറയുമ്പോൾ റാഡിക്കൽ ഷിയ ത്രെട്ടിനെ കുറിച്ച് പറയുന്നുണ്ട്, അപ്കമിങ് സുന്നി ത്രെട്ടിനെ കുറിച്ചും അദ്ദേഹം പറയുന്നുണ്ട്. ഇതുവരെ നമ്മൾ നോക്കുമ്പോൾ ഈ സുന്നി ത്രെട്ട് വലിയ രീതിയിൽ ലോകത്തെ ഭീഷണിപ്പെടുത്തിയിട്ടില്ലെന്ന് വേണം കരുതാനെന്നൊക്കെയാണ് എല്ലാവരും പറയുന്നത്. പക്ഷേ ഈ അദ്ദേഹം ഉദ്ദേശിക്കുന്നത് എന്തായിരിക്കാമെന്ന് ആണ് നമുക്ക് അനുമാനിക്കേണ്ടത് സുന്നി ത്രെട്ട് എന്നുള്ളത് കൊണ്ട്. അല്ല, നെതന്യാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഇത് യാഥാർത്ഥ്യമാണ്. സുന്നി ത്രെട്ട് സുന്നിയല്ലേ അയാളുടെ ചുറ്റും. നിങ്ങൾ നോക്ക്, ലെബനൻ സുന്നിയാണ്, സിറിയ സുന്നിയാണ്, ജോർഡൻ സുന്നിയാണ്, ഈജിപ്റ്റ് സുന്നിയാണ്, ഇറാഖ് സുന്നിയാണ്. ഇവിടെയൊക്കെ കുറച്ച് ഷിയാക്കളുണ്ട്. ബട്ട് അയാളുടെ മുഖ്യ ശത്രു ഇറാനാണ്, അത് ഷിയയാണ്. അതെ അതെ. പാകിസ്ഥാൻ സുന്നിയാണ്, സൗദി അറേബ്യ സുന്നിയാണ്, യമൻ സുന്നിയാണ്, UAE സുന്നിയാണ്. അറബ് രാജ്യങ്ങളൊക്കെ തന്നെ സുന്നി ത്രെറ്റ് അയാൾക്കുണ്ട്. പക്ഷേ അയാളത് ബാലൻസ് ചെയ്തിരിക്കുന്ന അവരുടെ എബ്രഹാമിക് അക്കോർഡ് വെച്ചുകൊണ്ട് സൗദി അറേബ്യ, UAE, ഖത്തർ, ഒമാൻ ഇവരുമൊക്കെ ആയിട്ട് അയാൾ ഈ എബ്രഹാമിക് ധാരണ എന്ന് പറയുമല്ലോ, ആ കരാറിൻ്റെ പുറത്ത് അവരെല്ലാം ഇസ്രായേലിൻ്റെ സുഹൃത്തുക്കളായിട്ട് മാറി. അപ്പം അതിൽ തിരിഞ്ഞു നിൽക്കുന്നത് ഇറാൻ മാത്രമാണ്. പിന്നെ ഇറാൻ ചോറ് കൊടുത്ത് വളർത്തുന്ന അതിൽ സുന്നിയുണ്ട് ഷിയയുണ്ട്. ഹിസ്ബുള്ള, ഹമാസ് സുന്നിയാണ്. ഹിസ്ബുള്ള, ഹമാസ്, ഹൂത്തി. പിന്നെ പാകിസ്ഥാനെ ഉപദ്രവിക്കാനായിട്ട് TTP, തെഹ്രീക്ക് താലിബാൻ പാകിസ്ഥാൻ എന്ന് പറഞ്ഞിട്ട് ഇറാൻ്റെ അതിർത്തിയിലാണല്ലോ പാകിസ്ഥാൻ. പാകിസ്ഥാനുമായിട്ടുള്ള ഇറാൻ നിരന്തരം, പാകിസ്ഥാൻ സുന്നിയാണ്, ഇറാൻ ഷിയയാണ്. അപ്പം അവർ തമ്മിലുള്ള യുദ്ധത്തിന് ഉപയോഗിക്കുന്ന TTP. ഈ സംഭവങ്ങളെല്ലാം ഇസ്രായേലിന് വിരുദ്ധമാണ്. അപ്പോൾ ഇസ്രായേലിനെ സമയത്തോളം സുന്നി ത്രെട്ടും ഉണ്ട്, ഷിയ ത്രെട്ടും ഉണ്ട്. ഏതായാലും പ്രധാനമന്ത്രിയുടെ സന്ദർശനം വലിയ ചർച്ചയായിട്ടുണ്ട് അന്താരാഷ്ട്ര തലത്തിലൊക്കെ തന്നെ. ഇനിയിപ്പോൾ അദ്ദേഹത്തിൻ്റെ മറ്റൊരു സന്ദർശനം കൂടി വരികയാണ്, കേരളത്തിലേക്ക് വരികയാണ് അദ്ദേഹം മാർച്ച് ആദ്യവാരം. അത് തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്നത് കൊണ്ട് തന്നെ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടും, അതിൻ്റെ പല വശങ്ങളും നിരീക്ഷിക്കപ്പെടും. എന്താണ് അങ്ങയുടെ നിരീക്ഷണം? പ്രധാനമന്ത്രിയുടെ കൊച്ചി സന്ദർശനം എത്രത്തോളം BJPക്ക് ഗുണം ചെയ്യുമെന്നാണ് കരുതുന്നത്? അതിനപ്പുറത്തേക്ക് ഒരു പുതിയ രാഷ്ട്രീയ മൂവ്മെൻറ്റിന് കേരളത്തിൽ കളമൊരുങ്ങുന്നതായൊക്കെ ചില നിരീക്ഷണങ്ങൾ വന്നിട്ടുണ്ട്. പുതിയ രാഷ്ട്രീയ മൂവ്മെൻറ്റ് എന്താണ് എന്ന് വാസ്തവത്തിൽ എനിക്ക് അതിൻ്റെ ഫീഡ്ബാക്ക് ഇല്ല. ഈ പ്രധാനമന്ത്രിയുടെ വരവ് എപ്പോഴും കേരളത്തിൽ വലിയ ചലനം ഉണ്ടാക്കുന്നുണ്ട്. നരേന്ദ്രമോദി എന്ന ഫിഗർ കേരളത്തിലും ഒരു വലിയ ഫിഗർ തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ വരവ് വലിയ കോലാഹലം ഉണ്ടാക്കും, ചർച്ചയുണ്ടാക്കും. അതൊരു വലിയ കാഴ്ചയും ഉത്സവവുമായിരിക്കും. പക്ഷെ അദ്ദേഹം പോയി കഴിയുമ്പോൾ ആ ഗ്യാപ്പ് അതുപോലെ വീണ്ടും വരികയും ചെയ്യുന്നു. കേരള രാഷ്ട്രീയത്തിലെ ഒരു പ്രത്യേകതയായിട്ട് ഞാൻ കണ്ടിട്ടുള്ളതാണ്. നരേന്ദ്രമോദി ഉണ്ടാക്കുന്ന ഒരു മൊമെൻറ്റം ഉണ്ടല്ലോ, അത് മുന്നോട്ട് കൊണ്ടുപോകാൻ പലപ്പോഴും BJP എന്ന രാഷ്ട്രീയ കക്ഷിക്ക് സാധിക്കുന്നില്ല. അവർക്ക് അത്രയും വലിയ ഇൻഫ്രാസ്ട്രക്ചർ അവർക്കില്ല. അതാണ് അവർ സ്ട്രഗിൾ ചെയ്യുന്ന കാര്യം. ഞാനത് അവരെ കുറ്റപ്പെടുത്തിക്കൊണ്ട് പറയുകയല്ല, അവരുടെ പരിമിതികൾ ആണത്. എത്രയോ തവണ അദ്ദേഹം വിസിറ്റ് ചെയ്തു. അദ്ദേഹം 3 തവണ വിസിറ്റ് ചെയ്തത് കൊണ്ടാണ് തൃശ്ശൂർ സുരേഷ് ഗോപിക്ക് ജയിക്കാൻ സാധിച്ചത്. 3 തവണ മോദി വരേണ്ടി വന്നു. അപ്പോൾ മോദിയുടെ വരവിന് അസാമാന്യമായ ഇമ്പാക്റ്റ് ഉണ്ട്. ആ ഇമ്പാക്റ്റ് നിലനിർത്താൻ ഇപ്പോൾ പിന്നെ ഈ 2020 കൂടെ കൂട്ടത്തിൽ വന്നിട്ടുള്ളത് കൊണ്ട് കുറച്ചുകൂടെ ഒരു ഊർജം BJPക്ക് വന്നിട്ടുണ്ട്. എന്നാലും തെരഞ്ഞെടുപ്പ് വരാൻ ഇനിയും സമയമുണ്ടല്ലോ. അതുകൊണ്ട് ഇപ്പോൾ പ്രധാനമന്ത്രി വരുന്നതിന് ഒരു സാധാരണ അദ്ദേഹം വരുമ്പോഴുണ്ടാകുന്ന ഒരു വലിയ ഉത്സവം നടക്കും എന്നുള്ളതല്ലാതെ തെരഞ്ഞെടുപ്പിനെ അഫക്റ്റ് ചെയ്യുന്ന ഒരു വരവായിട്ട് ഇത് മാറും എന്ന് എനിക്ക് തോന്നുന്നില്ല.
ഈ കഴിഞ്ഞ ബഡ്ജറ്റിൽ കേരളത്തിന് കാര്യമായൊന്നുമില്ല എന്ന ഒരു പരാതി ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ഈ വരവിൽ എന്തെങ്കിലുമൊക്കെ തന്നെ പ്രതീക്ഷയ്ക്ക് വക നൽകുന്ന ഉണ്ടാകുമെന്നും ചിലരൊക്കെ സൂചിപ്പിക്കുന്നുണ്ട്. അതായത് ആഹ്, ആഹ്, ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ടുള്ള കാര്യമാണെങ്കിൽ തന്നെയും അത്തരത്തിൽ അടിസ്ഥാന സൗകര്യത്തിൻ്റെ കാര്യത്തിലാണെങ്കിൽ തന്നെയും ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രതീക്ഷ നൽകുന്ന കാര്യത്തിലേക്ക് ശരിയാണ്. പ്രധാനമന്ത്രി ഈ ഫ്രീ ബീസ് കൊടുത്തോ ഏതെങ്കിലും തരത്തിലുള്ള വാഗ്ദാനം കൊടുത്തോ ആൾക്കാരെ ആകർഷിക്കുന്ന ആളല്ല എങ്കിൽ തന്നെയും ഏതെങ്കിലും തരത്തിലുള്ള അദ്ദേഹത്തിൻ്റെ പ്രഖ്യാപനങ്ങൾ കേരളത്തിൽ വലിയ ഒരു ഓളം സൃഷ്ടിക്കാനുള്ള സാധ്യത കാണുന്നുണ്ടോ? അതെ, ഈ മലയാളിയുടെ ബജറ്റ് അനലൈസ് ചെയ്യുന്ന സ്വഭാവം മാറേണ്ട സമയം കഴിഞ്ഞു. ഈ പണ്ട് മുതലേ കാണിക്കുന്ന ഒരു അബദ്ധമാണ് ധനമന്ത്രി ബജറ്റ് അവതരിപ്പിക്കുമ്പോൾ അതിൻ്റെ റണ്ണിങ് കമൻട്രി കുറേ വിദഗ്ധന്മാരും മറ്റു ചില രാഷ്ട്രീയക്കാരും നടത്തും. ഈ ധനമന്ത്രി നടത്തുന്ന പ്രസംഗം ബജറ്റിൻ്റെ പ്രധാനപ്പെട്ട ചില ബിന്ദുക്കൾ വായിക്കുക, ശരിക്കും പറഞ്ഞാൽ ബജറ്റ് പാസ്സാക്കിയെടുക്കുക. ഒരു സർക്കാരിനെ സംബന്ധിച്ചോളം സാങ്കേതികമായ ആവശ്യമാണ്. ജനങ്ങളുടെ പണമാണല്ലോ ഈ കൺസോളിഡേറ്റഡ് ഫണ്ടായിട്ട് സർക്കാരിൻ്റെ കയ്യിലിരിക്കുന്നത്. അത് ചിലവാക്കണമെങ്കിൽ ജനങ്ങളുടെ അംഗീകാരം വേണം. ജനങ്ങളുടെ അംഗീകാരം എന്ന് വെച്ചാൽ പാർലമെൻറ്റിൻ്റെ അംഗീകാരം. പാർലമെൻറ്റിൻ്റെ അംഗീകാരം കിട്ടണമെങ്കിൽ ഇത് എന്തിനൊക്കെ വേണ്ടി ചിലവാക്കാൻ പോകുന്നു എന്ന് എഴുതി ഒരു കടലാസ് പാർലമെൻറ്റിൽ വയ്ക്കണം. അതാണ് ബജറ്റ്. ആ ബജറ്റിൽ എല്ലാ കാര്യമൊന്നും വരില്ല. പണ്ടൊക്കെ നികുതി കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യുന്നത് ബജറ്റിലായിരുന്നു. അതുകൊണ്ട് എല്ലാവർക്കും ഒരു ആകാംക്ഷയുണ്ടായിരുന്നു, ഏതിന് നികുതി വർദ്ധിക്കും, ഏതിന് കുറയും. ഇപ്പോൾ നികുതി വർദ്ധിക്കുന്നതും കുറപ്പിക്കുന്നതും ഒക്കെ GST കൗൺസിലാണ്, അത് ബജറ്റിലല്ല. റെയിൽവേ അത് ബജറ്റിൽ നിന്ന് മാറ്റി സെപ്പറേറ്റ് ബജറ്റാക്കി. പിന്നെ വന്നും പോയും ബാക്കിയുള്ളത് പെട്രോൾ ഡീസൽ വിലയാണ്, അതും ബജറ്റിൽ നിന്ന് മാറ്റി സ്വതന്ത്രമാക്കി. പിന്നെ ബജറ്റിലുള്ളത് എന്താ? കുറേ വിരസമായ ഈ സ്ഥിതിവിവര കണക്കുകൾ, ഇന്ന വകുപ്പിന് ഇത്ര രൂപ എന്നൊക്കെ പറഞ്ഞുള്ള കണക്കുകൾ. അതെടുത്ത് പൊലിപ്പിച്ചിട്ട് കേരളത്തിനൊന്നും കിട്ടിയില്ല, ആന്ധ്രയ്ക്കൊന്നും കിട്ടിയില്ല. അങ്ങനെ ഈ മൊത്തം തുക എടുത്തിട്ട് ഓരോ സംസ്ഥാനവുമായിട്ട് വീതിക്കാനല്ല ബജറ്റ്, അങ്ങനെ ചെയ്യുന്നതല്ല ബജറ്റ്. ധനമന്ത്രി ബാലഗോപാൽ ബജറ്റ് അവതരിപ്പിച്ചല്ലോ, അതിൽ ആലപ്പുഴ ജില്ലയ്ക്ക് എത്ര കൊടുത്തിട്ടുണ്ട്, കണ്ണൂരിന് എത്ര കൊടുത്തു, കോഴിക്കോടിന് എത്ര കൊടുത്തു? ഇത് ചോദിച്ചാൽ ബാലഗോപാലിന് ഉത്തരം ഉണ്ടാകുമോ? അങ്ങനെയല്ല. കണ്ണൂരും കോഴിക്കോടിനും ആലപ്പുഴയ്ക്കും കൊടുക്കാനല്ല സംസ്ഥാന ബജറ്റ്. സംസ്ഥാന ബജറ്റ് ഈ പറഞ്ഞ പോലെ സംസ്ഥാനത്തിൻ്റെ കാശ് ചെലവാക്കാനുള്ള നിയമസഭയുടെ അനുമതിക്ക് വേണ്ടി ധനമന്ത്രി കൊടുക്കുന്ന ഒരു ഡോക്യുമെൻ്റാണ് ബജറ്റ്. അതെ, അതിൽ കുറേ അധികം കാര്യങ്ങളുണ്ടാകും. ഇത് കഴിഞ്ഞിട്ട് ഇത് പാസ്സാക്കി പിന്നീട് ധനവിനിയോഗ ബില്ല് എന്ന് പറയും, മണി ബില്ല്, ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷൻ ബില്ല്. ഓരോ വകുപ്പിനും ഓരോ ഡിപ്പാർട്ട്മെൻറ്റിനും കൊടുക്കുന്ന കാശിന് വീണ്ടും അനുമതി തേടണം. അതിൻ്റെ ചർച്ചയിൽ ഇങ്ങനെ പലതും വരും. ഇത് കൂടാതെ സംസ്ഥാനങ്ങൾക്കുള്ള ഗ്രാൻഡ് വേറെ, സംസ്ഥാനവും കേന്ദ്രവും ചേർന്ന് നടത്തുന്ന പദ്ധതികൾ വേറെ, ഇത് കൂടാതെ റെയിൽവേയുടെ പദ്ധതികൾ വേറെ, ഇലക്ട്രിസിറ്റി വകുപ്പിൻ്റെ പദ്ധതികൾ വേറെ. അതാണ് ഒരു ബജറ്റിലും ഒന്നും പറയാതെയാണ് കേരളത്തിൽ വന്ദേ ഭാരത് ട്രെയിൻ ആദ്യമായിട്ട് വന്നത്, ഇല്ലേ? അതെ അതെ. വന്ദേ ഭാരതിൻ്റെ അനൗൺസ്മെൻറ്റ് എനിക്ക് തോന്നുന്നു ഒരു 3 ദിവസം മുമ്പോ മറ്റോ ആണ് ടപ്പെന്ന് പറഞ്ഞ ആദ്യത്തെ വന്ദേ ഭാരത് വന്നത്. ഏത് ബജറ്റിൽ എന്ത് വകയിരുത്തിയിട്ടാ? എനിക്ക് അപ്പോൾ അതൊക്കെ വെറുതെ ഇങ്ങനെ നമ്മളുടെ തെറ്റിദ്ധാരണകളാണ്. ബജറ്റ് എന്താണ് എന്നുള്ള പ്രാഥമികമായ വിവരം നമുക്കില്ല. ഉള്ളവർ അത് തുറന്ന് പറയില്ല. ഇപ്പം ഈ ബജറ്റിൽ തെങ്ങ് കൃഷിക്ക് ഏറ്റവും അധികം പൈസ മാറ്റി വച്ചിരിക്കുന്നത് ഈ നിർമ്മലാ സീതാരാമൻ്റെ ഈ ലേറ്റസ്റ്റ് ബജറ്റിലാണ്. മോശമാണെന്ന് നമുക്ക് പറയാം. ഒരു മനുഷ്യൻ അത് ഹൈലൈറ്റ് ചെയ്യുന്നില്ല. നമുക്ക് കേരളത്തിൽ തെങ്ങില്ല എന്ന് മാത്രമല്ല, ചകിരി പോലും പൊള്ളാച്ചിയിൽ നിന്ന് കൊണ്ടുവന്നിട്ട് കയറാക്കുന്ന ടീമാണ് നമ്മളിപ്പോൾ. നമ്മുടെ 1ാം സ്ഥാനം പോയി. ഇതൊക്കെ നിർമ്മലാ സീതാരാമൻ പറയുന്നുണ്ട്. കേരളത്തിൻ്റെ 1ാം സ്ഥാനം പോയി. ഇപ്പോൾ കർണാടകയ്ക്ക് തമിഴ്നാടിനോ മറ്റാണ് 1ാം സ്ഥാനം. നമ്മൾ 3ാം സ്ഥാനത്ത് നിൽക്കുക തെങ്ങുൽപാദനത്തിൽ. എന്നാൽ 40% കേരളത്തിലെ ആളുകൾ ഡിപ്പെൻഡ് ചെയ്യുന്നത് തെങ്ങിനെയാണ് താൻ. ആളുകൾ അത് മനസ്സിലാക്കുന്നില്ല. തെങ്ങിനെ നമ്മൾ ചുമ്മാ അങ്ങ് ഉപേക്ഷിച്ചു. ഈ രീതിയിൽ ബജറ്റിനെ അനലൈസ് ചെയ്യാൻ തുടങ്ങിയാൽ ഇത് എവിടെ പോയി നിൽക്കും? എനിക്കെത്ര കിട്ടി? അങ്ങനെയല്ല. അതുപോലെ ബജറ്റ് വരുമ്പോൾ ഒരു 10 ട്രെയിനും ഒരു എയിംസും
പിന്നെ 4 യൂണിവേഴ്സിറ്റിയൊക്കെ അനൗൺസ് ചെയ്താൽ മതി. ഇതൊക്കെ നടക്കണ്ടേ? കേരളത്തിൽ ഞാൻ സത്യസന്ധമായിട്ട് പറയുകയാണ്, ഒരു എയിംസിൻ്റെ ആവശ്യം കേരളത്തിൽ ഞാൻ കാണുന്നില്ല. കാര്യം ശരിയാ, സുരേഷ് ഗോപി എയിംസ് വേണമെന്നൊക്കെ പറഞ്ഞു, ആലപ്പുഴയിൽ വേണമെന്ന് ഒക്കെ എനിക്ക് മനസ്സിലായി. എയിംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഒരു സൂപ്പർ മെഡിക്കൽ കോളേജ്, ഇതാണല്ലോ സാധനം. അതെ. ആശുപത്രിയും പിന്നെ അധ്യയനവും ഒക്കെയുള്ള 250 ഏക്കർ സ്ഥലം വേണ്ട ഒരു സ്ഥാപനമാണ് ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ്. അതാണ് എയിംസ്. 250 ഏക്കർ സ്ഥലം എവിടെ ലിയോ കേരളത്തിൽ? ഒന്ന് കാണിച്ചു തന്നെ. ശരിയാണ്. 250 ഏക്കർ ഒഴിഞ്ഞ സ്ഥലം കേരളത്തിൽ ഇല്ല. ഞാനിത് ഈ സീരിയസ് ആയിട്ട് രാഷ്ട്രീയ പാർട്ടികളോട് ഞാൻ ചർച്ച ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്. 1,00,000 പേർക്ക് നിൽക്കാവുന്ന ഒരു ഗ്രൗണ്ട് കേരളത്തിലുണ്ടോ? 1,00,000 പേർക്ക് ഇല്ല. ഞാൻ അന്വേഷിച്ച് തപ്പിച്ചെന്ന് കഴിഞ്ഞപ്പോൾ കഷ്ടിച്ചുള്ളത് കൊല്ലത്ത് ആശ്രാമം മൈതാനമാണ്. അതെ. അത് കഴിഞ്ഞാൽ പിന്നെ 1,00,000 ആൾക്കാരെ ഉൾക്കൊള്ളുന്ന ഒരു ഗ്രൗണ്ട് കേരളത്തിലില്ല. ഇതാണ് നമ്മൾ എയിംസ് വേണം. ഇനി ഈ 250 ഏക്കറിൽ 50 ഏക്കർ കോഴിക്കോട്, 50 ഏക്കർ കണ്ണൂർ, ബാക്കി തിരുവനന്തപുരത്ത്, ഇങ്ങനെ കോമ്പൗണ്ട് കൊടുത്താൽ പോരാ. 250 ഒറ്റക്കെട്ടായിട്ട് വേണം അവർക്ക്. ഒരു മെഡിക്കൽ കോളേജിന് ഇത്ര സ്ഥലം, അതിന് 30 ഏക്കർ എന്നോ മറ്റോ പറഞ്ഞ് കണക്കുണ്ട്. 30 ഏക്കർ കോമ്പൗണ്ട് ഇല്ലെങ്കിൽ മെഡിക്കൽ കോളേജിന് നിങ്ങൾ മെഡിക്കൽ കൗൺസിലിൻ്റെ അനുവാദം നിങ്ങൾക്ക് കിട്ടില്ല. അല്ലാതെ നമ്മൾ ഈ എഞ്ചിനീയറിംഗ് കോളേജ് തുടങ്ങിയ കാലത്ത് വന്നല്ലോ, കേരളത്തിലെ കല്യാണ മണ്ഡപങ്ങൾ മുഴുവൻ എഞ്ചിനീയറിംഗ് കോളേജാക്കി മാറ്റി. 4 പഴയ കമ്പ്യൂട്ടറും വാങ്ങിച്ചുകൊണ്ട് വന്നിട്ട് എന്തെങ്കിലും മോഹൻദാസ് എഞ്ചിനീയറിംഗ് കോളേജ്, അങ്ങനെ ഒരു കോളേജ് ഉണ്ട് കേട്ടോ എൻ്റെ പേരിൽ, എൻ്റേതല്ലെന്നേ ഉള്ളൂ. ഇങ്ങനെ നമ്മൾ ഒരുപാട് എഞ്ചിനീയറിംഗ് കോളേജ് തുടങ്ങി, മുട്ടിന് എഞ്ചിനീയറിംഗ് കോളേജായി, എഞ്ചിനീയർമാരെ ആർക്കും വേണ്ടാതെയായി. ഇതുപോലെയൊക്കെയുള്ള ഭോഷ്ക്ക് അവസാനിപ്പിക്കണം. എയിംസ് കിട്ടിയില്ല എന്ന് വിചാരിച്ച് ഞാൻ നോക്കിയിട്ട് കേരളത്തിന് പ്രത്യേകിച്ച് ദോഷം, കേരളത്തിൽ ഇല്ലാത്ത ആശുപത്രി ഉണ്ടോ അല്ലയോ? ആലോചിച്ച് നോക്കിയേ. ശരിയാണ്. വേറെ സംസ്ഥാനത്തൊന്നും ഇത്രയധികം ആശുപത്രികളില്ല. നമ്മളത് നമ്മളുടെ ആരോഗ്യത്തിൻ്റെ മേന്മയായിട്ട് പറയുന്നു. ആശുപത്രിയുടെയും ഡോക്ടർമാരുടെയും എണ്ണം കൂടുന്നത് ഒരു ജനതയുടെ ആരോഗ്യത്തിൻ്റെ ലക്ഷണമാണോ അനാരോഗ്യത്തിൻ്റെ ലക്ഷണമാണോ? എനിക്കറിയാം. നമ്മൾ വലിയ മേന്മ പറയും, ഞങ്ങളുടെ നാട്ടിൽ എത്ര ആശുപത്രിയാണുള്ളത്. അതിനർത്ഥം ഒറ്റ ഒരുത്തിന് ആരോഗ്യമില്ല എന്നാണ്. അതുകൊണ്ടാണ് ആശുപത്രി ഇങ്ങനെ പെരുകുന്നത്. ഇതൊക്കെ കഴിഞ്ഞിട്ട് ഇനി എയിംസും കൂടെ വേണം. അത് ബജറ്റിൽ പ്രഖ്യാപിക്കണം. ഓക്കെ. ഒരു ഡോക്ടർ കണക്ക് പറഞ്ഞത് മറ്റ് സംസ്ഥാനങ്ങളിൽ 1000 രോഗിക്ക് ഒരു ഡോക്ടർ എന്നുള്ള കണക്കിലാകുമ്പോൾ നമ്മുടെ നാട്ടിലേക്ക് വരുമ്പോൾ അത് 200 300 രോഗിക്ക് ഒരു ഡോക്ടർ എന്ന തരത്തിലുണ്ട് എന്നാണ് പറയുന്നത്. 2 മേഖലയിലും കൂടി, സ്വകാര്യ മേഖലയിലാണെങ്കിലും സർക്കാർ മേഖലയിലാണെങ്കിലും. അതെ, അത് നമ്മുടെ അനാരോഗ്യത്തിൻ്റെ ലക്ഷണമല്ലേ അത്? നമ്മളെ നോക്കാൻ കൂടുതൽ ഡോക്ടർ വേണമെന്ന് പറയുമ്പോൾ നമുക്ക് ആരോഗ്യമില്ല എന്നല്ലേ അതിനർത്ഥം? എനിക്ക് ഈ തലതിരിവ് എനിക്ക് മനസ്സിലാവുന്നില്ല. എല്ലാവരും ഈ പൊങ്ങച്ചം പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, എനിക്ക് മനസ്സിലാവുന്നില്ല. ഇപ്പോൾ 10-70 വയസ്സ് കഴിഞ്ഞ ഒരു മനുഷ്യൻ പറയുകയാണ്, ഞാനൊരു ഡോക്ടറെ അടുത്ത് പോകാറില്ല, ഒരു മരുന്നും കഴിക്കാറില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനർത്ഥം അയാൾ ഹെൽത്തി ആണെന്നാണ്, ഇല്ലേ? യെസ്. അതേസമയം ഞാൻ ആഴ്ചതോറും ഡോക്ടറെ അടുത്ത് പോകണം, ആഴ്ചതോറും എനിക്ക് ഡയാലിസിസ് ചെയ്യണം എന്നൊക്കെ ഒരാൾ പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ അൺഹെൽത്തിയാണ്. ഇതല്ലേ സാമാന്യ ബുദ്ധിക്ക് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇവരുടെ നോട്ടത്തിൽ മറ്റേ ആളാണ് ഹെൽത്തി, കാരണം ആഴ്ചതോറും ആശുപത്രി പോകുന്നു, ആഴ്ചതോറും ഡയാലിസിസ് ചെയ്യുന്നു, ദിവസം 25 ഗുളിക കഴിക്കുന്നു, ഇങ്ങനെയൊക്കെ ചെയ്യുന്നവൻ ഹെൽത്തി, മറ്റേ ആൾ കൊള്ളില്ലാത്തവൻ. ഇങ്ങനെ വ്യാഖ്യാനിക്കാൻ തുടങ്ങിയാൽ എന്ത് ചെയ്യും? എനിവേ, കമ്മിങ് ടു ദ പോയിന്റ്, ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ഒരു പദ്ധതി, ഇനിയിപ്പോൾ എയിംസ് എങ്കിൽ എയിംസ്, ഇപ്പം എനിക്കങ്ങനെ കേരളത്തിൽ എയിംസ് വരുന്നതിന് എതിരൊന്നുമല്ല, ഞാൻ വരുന്നെങ്കിൽ വരട്ടെ. ബട്ട് ഈ സാധനം ബജറ്റിൽ തന്നെ കിട്ടണം എന്നൊന്നുമില്ല. ഓക്കെ. അത് ബജറ്റിന് പുറത്ത് ഒരുപക്ഷെ തെരഞ്ഞെടുപ്പിന് മുമ്പ് പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചു എന്ന് വരും. അതിനും ഞാൻ കുറ്റം പറയില്ല, കാരണം നമ്മുടെ പ്രധാനമന്ത്രി ഒരു ഷ്രൂഡ് രാഷ്ട്രീയക്കാരനും കൂടെയാണ്. നമ്മുടെ പ്രധാനമന്ത്രി രാഷ്ട്രീയക്കാരനാണ്, ആണെന്ന് പലതവണ അങ്ങേര് തെളിയിച്ചിട്ടുണ്ട്. അപ്പോൾ ചില പ്രഖ്യാപനമൊക്കെ വന്നു കഴിയുമ്പോൾ പുള്ളി, നിർമ്മലാ സീതാരാമൻ പറഞ്ഞു, ഞാൻ ഇന്നൊക്കെ പ്രഖ്യാപിക്കാൻ പോവാണ്, നിൽക്ക് കേരളത്തിൽ തിരഞ്ഞെടുപ്പ് വരട്ടെ, അപ്പം ഞാൻ പ്രഖ്യാപിക്കോളാം, നിർമ്മല ഇപ്പം മിണ്ടാതിരുന്നാൽ മതി എന്ന് പറഞ്ഞാൽ ഞാനതിൽ തെറ്റ് പറയില്ല. കാരണം രാഷ്ട്രീയം കൂടിയാണ് ഭരണം, ഭരണത്തിലൊരു രാഷ്ട്രീയമുണ്ട്, ഉണ്ടല്ലോ. അതല്ലേ പിണറായി വിജയൻ എന്താ ആൾക്കാരുടെ മൊബൈൽ നമ്പർ എടുത്തിട്ട് മെസ്സേജ് അയക്കി ഇതുപോലത്തെ പരിപാടിയൊക്കെ ചെയ്തില്ലേ? മുഖ്യമന്ത്രിക്ക് രാഷ്ട്രീയമുണ്ട്, പ്രധാനമന്ത്രിക്കും രാഷ്ട്രീയമുണ്ട്. പ്രധാനമന്ത്രി അത് തന്ത്രപരമായിട്ട് കളിക്കും, മുഖ്യമന്ത്രി ചിലപ്പോൾ ഇതുപോലത്തെ മണ്ടത്തരമൊക്കെ കാണിച്ചിട്ട് കുഴപ്പത്തിച്ചാടും. ഇതേ ഉള്ളൂ വ്യത്യാസം. രണ്ടുപേരും പൊളിറ്റീഷ്യൻസാണ്, ആവുന്നതിന് തെറ്റില്ല. പൊളിറ്റിക്സിലൂടെയല്ലേ അവർ പ്രധാനമന്ത്രി മുഖ്യമന്ത്രിയൊക്കെ ആയത്.
ശരിയാണ്. അപ്പം അതുകൊണ്ട് തെരഞ്ഞെടുപ്പിന് മുമ്പ് ചില പ്രഖ്യാപനങ്ങൾ ഉണ്ടായാൽ അതിൽ അത്ഭുതപ്പെടാനില്ല, അതിൽ തെറ്റുമില്ല. പക്ഷേ തെരഞ്ഞെടുപ്പ് ചട്ടങ്ങൾ ഉം. നിലവിൽ വന്നു കഴിഞ്ഞാൽ, മോഡൽ കോഡ് ഓഫ് കോണ്ടക്റ്റ് നിലവിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ പ്രഖ്യാപിക്കാൻ പറ്റില്ലെന്നേ ഉള്ളൂ. അതെ. അത് പക്ഷേ കേന്ദ്രത്തിന് ബാധകമാണോ എന്നെനിക്ക് സംശയമുണ്ട്. കേരളത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നു. കേരളത്തിന് വേണ്ടിയിട്ട് ഒരു പദ്ധതി കേന്ദ്രം പ്രഖ്യാപിക്കുന്നത് തെറ്റാണോ? അതെനിക്ക് സംശയമുണ്ട്. അത് വിദഗ്ധന്മാരോട് ചോദിക്കണം. എനിവേ, പൊളിറ്റിക്സ് വിൽ ബി ദെയർ ഓൾവേസ്. നമുക്ക് രാഷ്ട്രീയം നമ്മളുടെ മുമ്പിലുള്ള യാഥാർത്ഥ്യമാണ്. നമുക്ക് ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ളത് വേറെ കാര്യം, പക്ഷേ അത് യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് ബജറ്റിന് പുറത്ത് അനൗൺസ്മെൻ്റ് ഉണ്ടായാൽ അതിലും അത്ഭുതപ്പെടാനൊന്നുമില്ല. അത് ചെയ്യാൻ മടിക്കുന്ന ആളൊന്നുമല്ല നമ്മുടെ പ്രധാനമന്ത്രി. അദ്ദേഹം നല്ലൊരു രാഷ്ട്രീയക്കാരനാണ്. ലിയോ ഒരു കാര്യം മാത്രം ആലോചിച്ചാൽ മതി. ഭാരതം പോലെ ജനാധിപത്യമുള്ള ഒരു രാജ്യത്ത് സ്വന്തം പാർട്ടിക്കകത്ത് യുദ്ധം ചെയ്ത്, പിന്നെ മറ്റു പാർട്ടിക്കാരുമായിട്ട് യുദ്ധം ചെയ്ത്, പിന്നെ 140 കോടി ജനങ്ങളിലെ വലിയൊരു വിഭാഗത്തിൻ്റെ വോട്ട് വാങ്ങിച്ച് ഒരാൾ പ്രധാനമന്ത്രി ആകണമെങ്കിൽ നിസ്സാരക്കാരനല്ല മനുഷ്യൻ. എക്സാക്ട്ലി. 3 തവണ ഈ എക്സർസൈസിലൂടെ അദ്ദേഹം കടന്നു വന്നെങ്കിൽ നിസ്സാരക്കാരനല്ല മനുഷ്യൻ. ഞാൻ എൻ്റെ ഇടതുപക്ഷ സുഹൃത്തുക്കളോട് പറയാറുണ്ട്. അവരാണ് എപ്പോഴും മോദി പൊട്ടനാണ്, മോദി ബുദ്ധിശൂന്യനാണ്. ഞാൻ പറഞ്ഞു, നിങ്ങൾ വേറെ എന്തെങ്കിലും ചീത്ത പറ മനുഷ്യനെ പറ്റി. ബുദ്ധിശൂന്യനാണെന്ന് പറയുന്നത് ശരിയല്ല. അസാമാന്യ ബുദ്ധിമാനാണ് മോദി. അതുകൊണ്ടാണ് 3-ാം തവണ പ്രധാനമന്ത്രിയായത്. എക്സാക്ട്ലി, അത് ശരിയാണ്. അങ്ങ് പറഞ്ഞ അക്ഷരപ്രതി ശരിയാണ്. അതിൽ ഞാൻ പറയാം, അതിൽ തെറ്റുമില്ല എന്ന്. രാഷ്ട്രീയമല്ലേ ഇത്? രാഷ്ട്രീയത്തിലൂടെയല്ലേ ഒരാൾക്ക് വരാൻ പറ്റുള്ളൂ. സ്വതന്ത്രനായിട്ട് മത്സരിച്ച് ഒരാൾ പ്രധാനമന്ത്രിയാകുന്ന കാര്യം നമുക്ക് സങ്കല്പിക്കാൻ പറ്റുമോ ഭാരതത്തിൽ? രാഷ്ട്രീയ പാർട്ടിയിലൂടെ വരാൻ പറ്റുള്ളൂ. രാഷ്ട്രീയ പാർട്ടിയിലൂടെ വരണമെങ്കിൽ പാർട്ടിക്കകത്ത് യുദ്ധം നടക്കില്ല. നടക്കും. മോദി 2013 മോദി പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് ഉയർത്തിക്കാട്ടണം എന്നുള്ള അഭിപ്രായം വന്നപ്പോൾ പാർട്ടിക്കുള്ളിൽ വൻ അഭിപ്രായ വ്യത്യാസം വന്നു. എനിക്ക് ഓർമ്മയുണ്ട്, LK അദ്വാനി അന്ന് ഗോവയിൽ നാഷണൽ എക്സിക്യൂട്ടീവിൽ LK അദ്വാനി പങ്കെടുത്തില്ല. പാർട്ടിയിൽ നിന്ന് രാജിവെച്ചു. പ്രാഥമിക അംഗത്വം രാജിവെച്ച് അധ്യക്ഷന് കത്തെഴുതി. ഇതൊക്കെ ചെയ്താണ്. ആ യുദ്ധം നേടിയിട്ടാണ് മോദി ജയിച്ചു വരുന്നത്. അപ്പോൾ അങ്ങനെ ആഭ്യന്തര യുദ്ധം ജയിക്കണം, ബാക്കി യുദ്ധം ജയിക്കണം. BJPക്ക് അകത്തെ യുദ്ധം ജയിച്ചിട്ട് വേണം BJPക്ക് പുറത്തെ യുദ്ധം ജയിക്കാൻ. അതെ, അത് ഓരോ സ്ഥാനാർത്ഥിയോട് ചോദിച്ചാൽ, ഇത് BJPക്ക് മാത്രമല്ല കേട്ടോ, കോൺഗ്രസ്സിൽ അങ്ങനെയാണ്, CPM അങ്ങനെയാണ്, സകല പാർട്ടിയിലും അങ്ങനെയാണ്. ലിയോ സ്ഥാനാർത്ഥിയാകാൻ ഞാനങ്ങ് വെറുതെ സമ്മതിക്കുമോ? ഞാൻ സ്ഥാനാർത്ഥിയാകാൻ ലിയോയും സമ്മതിക്കില്ല. ഒടുവിൽ നമ്മൾ തർക്കവും വാദവും ഒക്കെ കഴിഞ്ഞിട്ട് ഫൈനലി ലിയോ സ്ഥാനാർത്ഥിയാകുന്നു. പിന്നെ ലിയോ പുറത്തുള്ള പാർട്ടികളുമായിട്ട് യുദ്ധം ചെയ്യണം. ഇതൊക്കെയാണ്. ഇങ്ങനെ ചെയ്ത് ജയിച്ചു വന്ന ഒരാളിനെയാണ് CPMകാർ ചുമ്മാ അങ്ങനെ പൊട്ടനാണ്, ബുദ്ധിശൂന്യനാണെന്ന് പറയും. അതാ ഞാൻ പറയും, നിങ്ങൾ വേറെ എന്തെങ്കിലും ചീത്ത പറ, കുഴപ്പമില്ല, ഇത് പറയരുത്, വസ്തുതാപരമായിട്ട് ശരിയല്ല. ശരിയാണ്. അപ്പം അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമെന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നു. കേരളത്തിലെ തെരഞ്ഞെടുപ്പ് ഒരു നിസ്സാര തെരഞ്ഞെടുപ്പായിട്ടല്ല കേന്ദ്ര BJP കാണുന്നത്. യെസ്, തീർച്ചയായിട്ടും. എന്തായാലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇസ്രായേലിൽ സന്ദർശനം നടത്തുന്നു. മാർച്ച് ആദ്യവാരം കേരളത്തിലേക്കും സന്ദർശനം നടത്തുകയാണ്. രണ്ടിനും വലിയ ഇമ്പാക്റ്റ് ഉണ്ടാകും. ആഗോള പൊളിറ്റിക്സിൽ ഇന്ത്യ ചുവടുറപ്പിക്കുവാൻ തീർച്ചയായിട്ടും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആഗ്രഹിക്കുന്നുണ്ടാകും. അതിന് ഏറ്റവും അനുയോജ്യമായ സമയവും സാഹചര്യവും അദ്ദേഹം കണ്ടിട്ടുമുണ്ടാകും. അതുകൊണ്ട് തന്നെ ഇസ്രായേൽ സന്ദർശനത്തിന് വലിയ പ്രാധാന്യം തന്നെയാണ് അദ്ദേഹം കൊടുക്കുന്നത്. TG മോഹൻദാസ് സാർ പറഞ്ഞതുപോലെ ഇസ്രായേൽ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വളരെ അടുത്ത സുഹൃത്താണ്. ഇന്ത്യക്ക് ആവശ്യത്തിന് ഉപകാരപ്പെട്ട ശരിയായ സുഹൃത്ത്, അങ്ങനെ തന്നെ നമുക്ക് വിശേഷിപ്പിക്കാം. അങ്ങനെ ഒരു രാജ്യത്തോട് നമ്മൾ കൂടുതൽ അടുക്കുന്നതിൽ എന്താണ് തെറ്റ്? ഇന്ത്യയുടെ നേട്ടവും ഇന്ത്യയുടെ പുരോഗതിയും മാത്രമാണ് നമ്മൾ മുന്നിൽ കാണാനുള്ളത് എന്നുള്ളത് രാഷ്ട്രതന്ത്രമാണ്. അതിലൂടെ ഊന്നി വേണം നമ്മൾ മുന്നോട്ട് പോകേണ്ടത്. കേരളത്തിൽ വരുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഭാഗത്ത് നിന്നും വലിയ പ്രഖ്യാപനങ്ങൾ ഉണ്ടായാൽ അത്ഭുതപ്പെടേണ്ടതില്ല. അദ്ദേഹം വളരെ ബുദ്ധിമാനായ, ദീർഘവീക്ഷണമുള്ള, വളരെ കഠിനാധ്വാനിയായ പൊളിറ്റീഷ്യനാണ്. അദ്ദേഹത്തിന് അറിയാം എപ്പോൾ എന്ത് എവിടെ പ്രഖ്യാപിക്കണം എന്ന്. കേരളത്തിലെ തിരഞ്ഞെടുപ്പ് BJP വളരെ ഗൗരവത്തോടു കൂടിയാണ് കാണുന്നത് എന്നുള്ള കാര്യവും മോഹൻദാസ് സാർ പറഞ്ഞിട്ടുണ്ട്. വളരെയധികം നന്ദി സാർ, ഇത്രയും സമയം ടോക്കിംഗ് പോയിന്റുമായി സംസാരിച്ചതിൽ. വരുന്ന ആഴ്ച കൂടുതൽ കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് സംസാരിക്കാൻ സാധിക്കുമെന്നും പ്രതീക്ഷിക്കുന്നു. താങ്ക് യു. ടോക്കിംഗ് പോയിന്റിൻ്റെ ഈ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. ഇനി അടുത്ത എപ്പിസോഡ് കാണാം നമുക്ക്. നമസ്കാരം.